ജിഷ്ണു, ഭാരതം ഇതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൃത്യമായൊരു അജണ്ട പിന്നിലുണ്ട്. അതൊന്നും ഇനി ഇവിടെ നടക്കില്ല എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നുണ്ട്. കൃത്യമായ നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നൽകുന്നുമുണ്ട്. എങ്ങനെ സമീപിക്കുന്നു ഭാരതം? കൃഷ്ണാജി, നിലവിലുണ്ടായിട്ടുള്ള ഈ ഭീകരാക്രമണത്തെ ഭാരതം എങ്ങനെ സമീപിക്കും എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകളിൽ തന്നെയുണ്ട്. ഒന്ന്, ഈ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്കൊപ്പം രാജ്യത്തെ ഇത്തരത്തിൽ ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് സ്വാന്തനമേകിക്കൊണ്ട് അവരുടെ നഷ്ടത്തിനൊപ്പം നിൽക്കുന്നതോടൊപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിന് പിറകിലുള്ളവരെ വെറുതെ വിടില്ല എന്നുള്ളത് വളരെ കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ കൊണ്ടുള്ള കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഭാരതത്തിന്റെ സൈന്യം കൂടാതെ ജമ്മു കശ്മീർ പോലീസും CRPFും ഉൾപ്പെടുന്ന സുരക്ഷാ സേന ഇതിനോടൊപ്പം തന്നെ പെഹൽഗാമിൽ പ്രത്യേക ഓപ്പറേഷൻ നടത്തുകയാണ് എന്ന് വളരെ കൃത്യമായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ ഭീകരാക്രമണം നടത്തിയിട്ടുള്ള വിനോദസഞ്ചാരികളുടെ പേര് ചോദിച്ചുകൊണ്ട്, അവരുടെ മതം ചോദിച്ചുകൊണ്ട് നിറയൊഴിച്ചിട്ടുള്ള സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്നതിനും സാധാരണക്കാർക്ക് നേരെ ഇത്തരത്തിൽ ഭീകരാക്രമണം നടത്തിക്കൊണ്ട് രാജ്യത്തെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുള്ള ഭീകര ശക്തികൾക്കെതിരെ വളരെ കൃത്യമായിട്ടുള്ള തിരിച്ചടിയും മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള മറുപടി രാജ്യത്തിൻ്റെ സൈന്യം നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വളരെ ദുഃഖകരമായ കാര്യം എന്നുള്ളത് അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ ഉന്നതതല യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വളരെ നിർഭാഗ്യകരം എന്ന് തന്നെയാണ് ഈ ഒരു സംഭവത്തെ. അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ ഒറ്റപ്പെട്ടത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാമെങ്കിൽ പോലും ഇനി ഒരിക്കലും ഇത്തരത്തിൽ ഭീകരാക്രമണങ്ങളിൽ ജനങ്ങളുടെ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജീവൻ പൊലിയരുത് എന്ന കാര്യത്തോടു കൂടിയാണ് ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അത് 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ടാണെങ്കിലും ജമ്മു കാശ്മീർ സ്വീകരിച്ചിട്ടുള്ള സൈനിക നടപടികൾ രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം പെഹൽഗാമിൽ ഉണ്ടായിട്ടുള്ളത്. വളരെ കൃത്യമായി നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ കൃത്യമായൊരു ഗൂഢാലോചന ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും പാക് ചാര സംഘടനയായിട്ടുള്ള ISIയും നടത്തിയിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻകാലങ്ങളിലെ പോലെ കശ്മീർ താഴ്വരയിൽ നിന്ന് യുവാക്കളെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ടിങ്ങിന് ലഭിക്കാത്തതിനാൽ, അല്ലെങ്കിൽ കശ്മീരിലെ ജനങ്ങൾ, അത് യുവജനത പോലും മുഖ്യധാരയിലേക്ക് എത്തുകയും ഭീകരവാദത്തിൻ്റെ വഴി ഒഴിവാക്കുകയും കശ്മീർ താഴ്വരയിൽ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്താനുള്ള ശേഷിയില്ലാത്ത തരത്തിലേക്ക് ഭീകര സംഘടനകൾ പോവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സാധാരണക്കാർക്ക് നേരെ ഭീകരാക്രമണം നടത്തി ജനങ്ങളെ ഭയപ്പെടുത്താനും മതത്തിൻ്റെ പേരിലും അല്ലാതെയും ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് അവരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും പാക് ചാര സംഘടനയായിട്ടുള്ള ISIയും ഒപ്പം ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഉൾപ്പെടുന്ന പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾ ഗൂഢാലോചന നടത്തി എന്നുള്ളത് ഇന്റലിജൻസ് ബ്യൂറോ നേരത്തെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ്. അത്തരത്തിൽ വളരെ കൃത്യമായ ഗൂഢാലോചനയിലൂടെ രാജ്യത്തെ വെല്ലുവിളിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പെഹൽഗാമിൽ ഇത്തരത്തിലുള്ള ഭീകരാക്രമണം നടന്നിട്ടുള്ളത്. ആ ഭീകരാക്രമണത്തിൻ്റെ ശൈലി പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആളുകളുടെ പേര് ചോദിച്ചുകൊണ്ട്, മതം ചോദിച്ചുകൊണ്ട് വെടിയുതിർക്കുകയും അത് കണ്ടു നിന്നവരോട് ഇത് രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ അറിയിക്കണം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ അറിയിക്കണം എന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നതിലൂടെ ജനങ്ങൾക്കിടയിൽ വളരെ കൃത്യമായി മതപരമായിട്ടുള്ള വേർതിരിവുണ്ടാക്കാനും ജമ്മു കാശ്മീരിൽ വീണ്ടും അശാന്തി പടർത്താൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഭീകരശക്തികൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുണ്ടായിട്ടുള്ള പെഹൽഗാമിലുണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാനുള്ള പ്രത്യേക ഓപ്പറേഷൻ ആരംഭിക്കുന്നതോടൊപ്പം ഇപ്പോൾ കേണൽ DPK പിള്ളൈ ഒപ്പം ചേരുന്നുണ്ട്. കേണൽ, വളരെ വേദനിപ്പിക്കുന്ന വാർത്ത, കശ്മീരിൻ്റെ സമാധാനത്തിന് മേൽ തീകോരിയിടുന്നോ ഭീകരർ ആണുള്ളത്. സ്വസ്ഥമായ ജീവിത സാഹചര്യങ്ങൾ അവിടെയുണ്ട്. ഭീകരാക്രമണത്തിൻ്റെ തലപൊക്കലുകൾ അവിടെ ഇവിടെയാണ് ഉണ്ടാകുന്നുവെങ്കിൽ പോലും അതൊക്കെ അടിച്ചമർത്താൻ നമ്മുടെ സൈന്യത്തിന് കഴിയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഗൂഢാലോചനയിലൂടെ, കൃത്യമായൊരു അജണ്ടയിലൂടെ വിനോദസഞ്ചാരികളെ, സാധാരണക്കാരെ നേരിടുകയാണ് ഭീകരർ. അതാകട്ടെ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് എന്ന വാർത്ത പുറത്തു വരുന്നു. അതെ, ഹലോ, പറയൂ. അതെ, ഇത് എപ്പോഴും നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ഒരു ഹൈ പ്രൊഫൈൽ വിസിറ്റ് വരുമ്പം നമ്മളുടെ ഒരു ബിൽ ക്ലിന്റൺ ആയിക്കോട്ടെ, ഛത്തീസ്ഗഡ് ഒരു കില്ലിംഗ് ഉണ്ടാകുന്നു. പിന്നെ അതേമാതിരി എപ്പോഴിപ്പോൾ JD വാൻസ് വന്നിരിക്കുമ്പോൾ അത് ഒരു കോയിൻസൈഡ് ചെയ്തിട്ട് ഈ ഹൈലൈറ്റ് ചെയ്യാനുള്ളതായിരുന്നു. പിന്നെ ഇതൊരു
പ്രൈം മിനിസ്റ്ററിന്റെ വിസിറ്റ് ഷെഡ്യൂൾഡ് ആയിരുന്നു നമ്മളുടെ കാശ്മീരിൽ, നമ്മളുടെ വന്ദേ ഭാരത് ഇനോഗ്രേഷന് വേണ്ടി. അതിന്റെ അങ്ങനെയെല്ലാം വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പം അവർക്കൊരു ഈ കാശ്മീർ പ്രോബ്ലം സോർട്ട് ഔട്ട് ആവുന്ന മാതിരി തോന്നിയുകൊണ്ട് അവർക്ക് ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നതാണ്. ഇതിലെല്ലാം പുറകെ പാകിസ്ഥാനി മിലിറ്ററിയാണ് ഇതിന്റെ പുറകിലുള്ളത്. എന്നിട്ട് അവർ കുറെ ബലൂചിസ്ഥാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഫ്ഗാൻ ബോർഡറിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ എല്ലാ സ്ഥലത്തും അവർക്ക് ഈ ഒരു ചെറിയ വളരെ കഷ്ടപ്പെട്ട സിറ്റുവേഷനാണ് അവർ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത. അപ്പോൾ ആ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ അങ്ങ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഇതൊരു പ്ലാനാണ്. ഇതിന്റെ ഒരു പ്രൈസ് പേ ചെയ്യാണ്ടിരിക്കില്ല, അതിൽ ഒരു സംശയം വേണ്ട. നമ്മളുടെ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും അവിടെ പോയിരിക്കുവാന്ന്. പ്രൈം മിനിസ്റ്ററിന്റെ സൗദി അറേബ്യയിലെ ട്രിപ്പിന്റെ സമയത്ത് വന്ന ഇതാണ് ഈ കാര്യമാണ്. പക്ഷെ അതിൽ ഈ ലോകം ഇപ്പം 2014 ലോകമല്ല. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് വന്നു കഴിഞ്ഞിട്ട് ടെറർ ആക്ടിവിറ്റീസും അങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ല. ഈ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷന്റെ മാതിരി ആയിരിക്കില്ല. ഇതിൽ നമുക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും, സൗദി അറേബ്യന്റെയും സപ്പോർട്ട് ഉണ്ടാവും ഈ തീവ്രവാദികളുടെ അഗേൻസ്റ്റ്. അപ്പം ഈ സിറ്റുവേഷൻ അവർ കളിച്ചത് ഒരു വല്ലാത്തൊരു കളിയായി പോയി. അത് പക്ഷേ അതിന്റെ പ്രൈസ് അവർ കൊടുക്കേണ്ടി വരും, അതിലൊരു സംശയം വേണ്ട. കേണൽ, ഈ ഭീകരാക്രമണത്തെ, കശ്മീരിൻ്റെ സമാധാനം തകർക്കാനുള്ള നീക്കത്തെ ഭാരതം എത്രമാത്രം ഗൗരവത്തോടെ കാണണം? ഇതിൽ വെരി ഫാക്ട് നമ്മളുടെ ഹോം മിനിസ്റ്റർ അവിടെ കാശ്മീരിൽ എത്തിയിരിക്കുവാണ്. പ്രൈം മിനിസ്റ്ററും വെരി ക്ലിയർ ആയിട്ട് സൗദി അറേബ്യയിൽ നിന്ന് ഈ മെസ്സേജ് തന്നിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഈ ട്രെൻഡ് കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ മുതൽ ഈ 0 tolerance ഫോർ ടെറർ ആണ് ഗ്ലോബലി. എവിടെ ആയിക്കോട്ടെ ഇങ്ങനെ ഈ ടെററിസ്റ്റ് വെച്ചിട്ട് നെഗോഷിയേഷൻസ് നടക്കാനുള്ള ഒരു ചാൻസും ഇല്ല. ടെറർ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്സിനെയും നമുക്ക് അവർ ടോളറേറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം ഇന്ത്യൻസിന് നമുക്കിപ്പം പുതിയൊരു പോളിസി ഉണ്ട്. വി ഹാവ് നോ 0 tolerance ഫോർ ടെറർ. ഇതിന്റെ ഒരു നല്ലൊരു നമ്മൾ കാണും ഒരു ആക്ഷൻ. ഇതിന്റെ ഇങ്ങനത്തെ ഒരു നീക്ക് റിയാക്ഷൻ ആയിരിക്കില്ല. ഇപ്പം ഈ താവൂർ വിമാനം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ റാണ അമേരിക്കയിൽ നിന്ന്. അവര് കുറെ വർഷങ്ങൾ വരെ അവരിനെ താണ്ടിരുന്നതാണ് ഈ പ്രൈം വിറ്റ്നസ് നമ്മുടെ 26/11 ബോംബെയിലെ അറ്റാക്സിൽ. അവരും വന്നിരിക്കും. അതിന്റെ ആ കംപ്ലീറ്റ് നെക്സസ് നമുക്ക് അതിനെ മനസ്സിലാവും ഇപ്പം. അപ്പൊ അതിന്റെ ആ പ്രൈസ് ഇവർക്ക് ഇനി പേ ചെയ്യേണ്ടി വരും. ഈ എസ്റ്റാബ്ലിഷ്മെന്റ്, ഇത് പാകിസ്ഥാനി എസ്റ്റാബ്ലിഷ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ISI ആയിക്കോട്ടെ, അവരുടെ സിസ്റ്റമിനെ അങ്ങ് സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്ന ഒരു റെസ്പോൺസ് ഉണ്ടാവും ഇതിന്റെ മേലെ. നന്ദി കേണൽ DPK പിള്ളൈ.